ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുമ്പോൾ ഏതൊരു സൗഭാഗ്യവും അല്ലാഹു നമുക്ക് കൊണ്ടുതരികയാണ്. തന്നതാ ഒരു ഭാര്യയും ഭർത്താവും കൈപിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. എവിടേക്കെന്നറിയുമോ? മുഹാബിറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നല്ല ആലിമായ ആബിദായ മനുഷ്യനാണ്. ആലിമായ ആബിദായ മനുഷ്യനാണ് മുഹാബിറ. അവിടെ അദ്ദേഹം രാത്രി കിടന്നിറങ്ങാം സമയമാകുമ്പോൾ അവിടത്തെയുടെ പ്രിയപ്പെട്ടവൾ അരികത്തേക്കൊന്ന് കടന്നു വരികയാണ്. ഭാര്യമാര് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഭർത്താവിനോട് സംസാരിക്കുന്ന ഒരു സമയം. അവിടെ വന്നു കിടക്കുന്ന സമയം ഭാര്യ ഭർത്താവിന്റെ താടിരോമങ്ങളിൽ പിടിച്ചിട്ട് പറയാ, എനിക്കൊരാഗ്രഹമുണ്ടേ, ആ ഒരാഗ്രഹം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞാൽ എനിക്കത് സാധിപ്പിച്ചു തരുമോ? മുഹാബിറ എന്ന് പറയുന്ന സൂഫി വര്യനായ മനുഷ്യന്റെ വീട് എങ്ങനത്തെ വീടെന്നറിയുമോ? ഈന്തപ്പന ഓലകൾ കണ്ട് മെടഞ്ഞുണ്ടാക്കിയ വീടാണ്. നല്ലൊരു കാറ്റ് വന്നാൽ ആ കാറ്റത്ത് പൊളിഞ്ഞു പോകുന്നൊരു വീടാണ്. അങ്ങനെ ഉള്ള വീട്ടിലാണ് മുഹാബിറ കിടക്കുന്നത്, തന്റെ ഭാര്യ കിടക്കുന്നത്. അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് തുച്ഛമായ മാസങ്ങളെ ആയിട്ടുള്ളൂ. തന്റെ ഭാര്യ 4 മാസം ഗർഭവതിയാണ്. മുഹാബിറ കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്ന് ഭാര്യ പറയുന്ന, മുഹാബിറ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്, എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. നമുക്ക് നോക്കിയാൽ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള വീട് കണ്ടോ? കാണാനത്ര മൊഞ്ചുള്ള വീടാ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന വീടാ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന വീടാണ്. പിന്നെ എന്തേ നമുക്ക് മാത്രം നല്ല ഒരു വീടില്ലാത്തത്? എന്തേ നമുക്ക് മാത്രം ഒരു സന്തോഷമില്ലാത്തത്? എന്തേ നമുക്ക് മാത്രം ഒരു ആനന്ദമില്ലാത്തത്? മുഹാബിർ അവിടെന്ന് ചോദിക്കുന്നു, മോളെ പെണ്ണേ, നീ എന്താ പറയുന്നത്? അവിടെന്ന് പറയാണ്, കരയുവാനും കണ്ണുനീര് നീക്കതില്ലാതായി, ജീവിതം ഒരു തോണി പോലെ വീണുടഞ്ഞോളായി, എന്റെ പ്രിയത്തോഴായനീക്ക് കൽബിലാശവം നീ ഏറ്റുമോ എന്നാഗ്രഹം നിറദീപമായ പൊന്നേ. ചൊല്ലു പെണ്ണേ ആഗ്രഹം ആദംന്ന് മോളെ, ഏറ്റമേറ്റം നടത്തിടാൻ കഴിവുള്ളവൻ ഞാനാണേ. നിന്റെ ആഗ്രഹം സാധ്യമല്ലേ, എന്തിനാ ഞാനാണ്? പറയൂ മോളെ പറയൂ, കഥയും കേട്ടിടട്ടെ ഞാനേ. ഉടനടി പെണ്ണവളൊരുത്തി ചൊല്ലി ഭർത്താവീനോ, എന്റെ സങ്കട കഥയതൊന്ന് വീടതില്ലെന്നാണ്. ഒന്ന് തന്നിടുമോ, നല്ലൊരു വീട് നൽകിടുമോ? ഒന്ന് തന്നിടുമോ, നല്ലൊരു വീട് നൽകിടുമോ? വീട്ടിനുള്ളിൽ ഏറ്റവും മറവാതിലും അത് വേണം, കിടന്നിടാനൊരു കട്ടിലും ചിരുപാത്രവും അത് വേണം, ആട്ടിടാനൊരു ആസാങ്കല്ലും നമ്മുടെ വീട്ടിൽ, കൂട്ടിടാനൊരു കൂട്ടുമായി ഒന്നെത്തിടൂ ഈ നാളിൽ. പ്രിയപ്പെട്ട ബുഖൈറയോട് പറയുകയാണ്, തങ്ങളെ അയൽവക്കത്തുള്ള പെണ്ണുങ്ങളെല്ലാം സുഖലോലുപതയിലാണ്. അവരുടെ ഭർത്താക്കന്മാര് എത്ര സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്നു എന്നറിയുമോ? ഇഴജന്തുക്കൾ കടന്നു പോകാത്ത വീടാ. എന്നാൽ ബുഖൈറ, നമ്മൾ കിടക്കുന്ന വീടോ അത് വല്ലാത്ത ഒരു വീടാണ്. ഇഴജന്തുക്കൾ കടന്നു വന്ന് നമ്മുടെ ഇടയിൽ കിടന്ന നമ്മൾ അറിയുമോ? അല്ലാഹുവേ, ഇന്ന് വിദേശത്ത് പോയവർക്കറിയാം, മണൽപ്പരപ്പിൽ മണലിന്റെ അടിയിൽ കിടക്കുന്നൊരു പാമ്പുണ്ട്. അതിന് വല്ലാത്ത വിഷമാണ്, കടിച്ചാൽ സ്പോട്ടിൽ മരിക്കുന്ന വിഷം. എന്നാൽ അങ്ങനെയുള്ള മരുഭൂമിയിലുള്ള പാമ്പുകൾ നമ്മുടെ വീടിന്റെ തട്ടിൽ വന്നാൽ, അല്ലാഹുവേ, നമ്മളെ കടിച്ചാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയുകയാണ്. ഒന്നും വേണ്ട, അടച്ചൊടുക്കമുള്ളൊരു വീട് തരുമോ? ബുഖൈറ അവിടുന്നതാ തന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ നമുക്ക് നാളെ ഒരു യാത്ര പോകാം.
നമുക്ക് നാളെ ഒരു യാത്ര പോകാം. ആ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവേ നീ പറയണം, നിനക്കതുപോലത്തെ ഒരു വീട് വേണോ എന്ന് നീ പറയണം. അതുപോലത്തെ ഒരു വീട് വേണമെങ്കിൽ ആ യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ നിന്റെ ഭർത്താവാകുന്ന ഞാൻ അതുപോലത്തെ ഒരു വീട് നിനക്ക് പണിയാം മോളെ എന്ന് പറയുന്ന സമയത്ത് അവിടന്ന് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടന്ന് സന്തോഷത്തിന്റെ വഴികളിലൂടെ, ആനന്ദത്തിന്റെ വഴികളിലൂടെ ബുഖൈർ തന്റെ പ്രിയപ്പെട്ടവളെ നേരം വെളുത്തപാടെ സുബഹ് നിസ്കരിച്ച പാടെ ഭാര്യയുടെ കരങ്ങളിൽ പിടിക്കുകയാണ്. പിടിച്ചിട്ട് പറയുന്നു, വാ മോളെ നമുക്കൊന്ന് കടന്നു പോകാം. ബുഖൈർ പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ കവർന്ന് പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. കരങ്ങൾ പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. എവിടെന്നറിയുമോ? പെങ്ങളെ, വീഗാലാൻഡിലല്ല, അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ നല്ല സൗന്ദര്യമല്ല, ഒരു കൊട്ടാരത്തിന്റെ മുമ്പിലുമല്ല, ഒരു സുഖലോലുപതയുടെ മുമ്പിലുമല്ല. പിന്നെ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്നറിയുമോ? ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഖബർസ്ഥാനിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ആ ഖബറിന്റെ ആ കാണുന്ന ഖബറുകളുടെ അരികത്തേക്കൊന്ന് കടന്നു പോയിട്ട് ബുഖൈറ പറയാ, മോളെ നിനക്കറിയുമോ ആരാണ് ഇവിടെ കിടക്കുന്ന എന്നറിയുമോ? ബുഖൈറ അവിടെന്ന് ചോദ്യമുയർത്തുകയാണ്, ആരാണ് കിടക്കുന്ന എന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, വല്ലാഹി ലാ, ഇത് പള്ളിക്കാടാണെന്നറിയാം, ഇത് പള്ളിക്കാടാണെന്നറിയാം. അക്കാണും ഖബറിലെ ഇരുട്ടറിയാൻ എന്നിൽ കഴിയില്ല എന്നുമോർത്ത് നിനയിത്ത ബീവി പറഞ്ഞാലും അറിയാതെ കരഞ്ഞു പോയി ഞാനും, മനസ്സുള്ളം നിറഞ്ഞതാ പൊലിഞ്ഞ പോയി. മനം നൊന്ത് കരഞ്ഞവൾ വിട ചൊല്ലുന്നു, പെണ്ണെ പറയുമോ നിന്റെ ആശ ഉടനെ പൊന്നേ. പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, പെണ്ണെ ഈ കിടക്കുന്ന മുഴുവനും ഖബർവാസികളാണ്. അതിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് കോടീശ്വരന്മാരുണ്ട്, വലിയ വലിയ മാളികയിൽ കിടന്നവർ, വലിയ വലിയ കൊട്ടാരങ്ങളിൽ കിടന്നവർ. ഇന്നവരതാ ആർക്കും ഒരു പരാതിയില്ല. ചെറിയ വീടാണെന്ന് പരാതിയില്ല, ഇടുങ്ങിയ വീടാണെന്ന് പരാതിയില്ല, സങ്കടമാണെന്ന് പരാതിയില്ല, AC വേണമെന്നറിയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, AC റൂമാണെന്ന് പോലും അറിയില്ല. പടച്ചവനെ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ദാറുസ്സലാമിന്റെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, എപ്പോഴാണ് ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. എപ്പം മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ചിന്തിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഭാര്യയോട് പറഞ്ഞു, നോക്കു പെണ്ണേ, അവിടെ കിടക്കുന്നവരിൽ സമ്പന്നരുണ്ട്. എന്തിനേറെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാട്ടിൽ പോകാറുണ്ട്. ആരാണ് ഖബറിനെ പറ്റി ഓർക്കുന്നത്? ഒരു പക്ഷേ നമ്മളെ കണക്കുള്ളവർ ഷമീർ ദാരിമിയോ ശിഹാബുദ്ദീൻ മുസ്ലിയാരോ ഒന്ന് കണ്ടാൽ, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണം, ബാപ്പയുടെ ഖബറിന്റെ അരികിൽ ദുആ ചെയ്യണം, ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്നാൽ സുബ്ഹാനല്ലാഹ്, അപ്പോൾ നമ്മൾ ഉസ്താദുമാര് ദുആ ചെയ്യുന്നു, അല്ലാ ഖബർ സ്വർഗമാക്കണമല്ലാ, കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണമല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ, നീറുന്ന ഹൃദയത്തോടെ അല്ലാഹുവേ ദുആ ചെയ്യുമ്പോഴും നമ്മൾ മൊബൈലിലാണ്, നമ്മൾ വാട്സപ്പിലാണ്, നമ്മൾ ഫേസ്ബുക്കിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണ്, അങ്ങനെ പലതിലേക്കും നമ്മൾ ചർച്ചകൾ ചെയ്തുകൊണ്ട് കണ്ണു നട്ട് കിടക്കുമ്പോൾ ഒരൊറ്റ വെട്ട
വേണ്ടെങ്കിലും അല്ലാ ഈ ഖബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പയുണ്ട് റബ്ബേ, എന്റെ ഉമ്മയുണ്ട് റബ്ബേ, എന്റെ കൂടപ്പുറപ്പുകളുണ്ട് റബ്ബേ, എന്റെ സഹപാഠികളുണ്ട് റബ്ബേ, എന്റെ സഹോദരങ്ങളുണ്ട് റബ്ബേ, എന്നെ പ്രസവിച്ച് എന്റെ ഉമ്മയാണ്, എന്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചിയാണ്. അല്ലാഹുവേ, ഓർക്കാറുണ്ടോ ലക്ഷക്കണക്കിന് രൂപകൾ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞ ഉപ്പയും ഖബറിന്റെ അകത്തട്ടിലാണ്, ഉമ്മയും ഖബറിന്റെ അകത്തട്ടിലാ. നിങ്ങൾ എത്ര ആളുകളാ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ നിന്നിട്ട് ഒരു യാസീൻ ഓതുന്നത്? ഇപ്പോഴും ഷമീറിനായാലും അല്ലാ നമുക്കായാലും മത്സരമാ. ഇതൊന്നും നമുക്ക് പോരാ, ഇതൊന്നും ശരിയാകൂല്ല, ഇതിനേക്കാൾ വലുത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ബുഖൈറ അവിടുന്ന് പ്രിയപ്പെട്ട പെണ്ണിനോട് ഖബറങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഖബറങ്ങ് കാണിച്ചു കൊടുത്തിട്ട്, പെണ്ണേ ഇനി നമുക്ക് മടങ്ങിപ്പോകാം. അല്ലാഹുവേ, ബുഖൈറയുടെ കൈ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവൾ നടന്നു നീങ്ങി വീടിന്റെ അകത്തട്ടിൽ ചെന്ന് കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവൾ അരികത്ത് കിടന്നു. എന്നും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന പ്രിയപ്പെട്ട ബുഖൈറയുടെ പ്രിയപ്പെട്ടവൾ കരയുകയാണ്. ഫബക്കാ ബുകാഅൻ ശദീദാ, വല്ലാതെ കരഞ്ഞ് തളർന്നു പോവുകയാണ്. ബുഖൈറ അവിടുന്ന് ചോദിക്കുന്ന, പെണ്ണേ നമുക്ക് നാളെ തന്നെ ഒരാളെ ഏർപ്പാടാക്കാം, നമുക്ക് നാളെ തന്നെ ഒരാളെ ഏർപ്പാടാക്കാൻ. ഇതിന് വീട് വെക്കാൻ നമുക്ക് നാളെ തന്നെ ഒരാളെ നമുക്ക് ഏർപ്പാടാക്കാം. വേണ്ട, വല്ലാഹില എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഈ കാണുന്ന ഈ തപ്പന ഓല മെടഞ്ഞുകൊണ്ടുണ്ടാക്കി ഈ വീടുണ്ടല്ലോ, ഈ വീടിന്റെ അകത്തട്ടിൽ ഞാൻ കിടന്നോളാ. എനിക്കൊരു പുതിയൊരു വീട് വേണ്ട, എനിക്കൊരു മണിസൗധം വേണ്ട, എനിക്കൊരു സങ്കടം വേണ്ട, എനിക്കൊരു നൊമ്പരവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു പോകുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കണം. അല്ലാഹുവേ, നമ്മൾ ഓർക്കാറുണ്ടോ ഖബറിനെ പറ്റിയിട്ട്? ഈ ദുനിയാവിന്റെ കള്ളിയുടെ ചിരിയുടെ പിന്നാലെ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ഏത് സമയത്താണ് എപ്പോഴാണെന്നറിയില്ല നമ്മുടെ മുമ്പിലേക്ക് പടച്ചവന്റെ മാലാഖ, നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. വന്നിട്ടവന്റെ ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ്, അവന്റെ ആത്മാവിനെ പിടിച്ച് വലിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുത്തീഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു എഞ്ചിനീയറെ വിളിക്കുകയാണ്. ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് അബ്ദുല്ലാഹ് ഇബ്നുൽ മുത്തീഅ റളിയല്ലാഹു അൻഹു കാണാൻ കൊള്ളാവുന്ന, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന സുന്ദരമായ ഒരു മണിമാളിക പണിയാൻ അബ്ദുല്ലാഹ് മുത്തീഅ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയാണ്, ഉദ്ദേശിക്കുകയാണ്. എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എല്ലാത്തിനും സൗകര്യമുള്ള, എല്ലാത്തിനും ഉതകുന്ന, എല്ലാത്തിനും പറ്റുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല മഞ്ചുള്ള നല്ലൊരു വീട് എനിക്ക് നിങ്ങൾ പണിയണമെന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹുൽ മുത്തീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ എഞ്ചിനീയർ ഏറ്റെടുത്തു. അബ്ദുല്ലാഹുൽ മുത്തീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ഏറ്റെടുത്തു. പിന്നെ എപ്പോഴാണ് അബ്ദുല്ലാഹുൽ മുത്തീഅ റളിയല്ലാഹു അൻഹു ആ വീട് വെക്കും നരിക്കിൽ പോകുന്നതെന്നറിയുമോ? അതിന്റെ ഉദ്ഘാടന കർമ്മത്തിനാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം 100 വട്ടം പോകും. ഇനി എന്തെല്ലാം നടക്കുന്നു, നമ്മൾ പറഞ്ഞതുപോലെയാണോ ചെയ്യുന്നത്? ആ ഒരു സന്തോഷത്തിന്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി വാതിലിനി മാറ്റിവെച്ചോ, ജനല് ഞാൻ പറഞ്ഞെടുത്താണോ വെച്ചത്? ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പരക്കം പോയാൻ. എന്നാൽ അബ്ദുല്ലാഹുൽ മുത്തീഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഞ്ചിനീയറെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് പിന്നെ എപ്പോഴാണ് കടന്നു പോയതെന്നറിയുമോ? അബ്ദുല്ലാഹുൽ മുത്തീഅ റളിയല്ലാഹു അൻഹുവിനോട് എഞ്ചിനീയർ ചെന്നിട്ട് പറഞ്ഞു, പണി പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ കടന്നു വന്നിട്ട് വീട്ടിലേക്കൊന്ന് നോക്കുകയാണ്. അല്ലാഹുവേ, വീട്ടിലേക്ക് നോക്കിയിട്ട് പറയുന്നു, വേണ്ട വദാറു ഫനാ
ഇത് നശിച്ചു പോകുന്ന വീടാണ്. അതുകൊണ്ട് ഈ വീടിന്റെ സുഖം എനിക്ക് വേണ്ട, ഈ വീടിന്റെ ആനുകൂല്യം എനിക്ക് വേണ്ട, ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് ഈ വീട് വേണ്ടെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹുൽ മുത്തഈ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. ഈ വീട് എനിക്ക് വേണ്ട. നല്ലൊരു വീട് വെച്ചിട്ട് കാണാൻ നല്ല മൊഞ്ചുള്ള ഭംഗിയുള്ള ഒരു വീട് വെച്ചിട്ട് അവിടെ നിന്ന് പറയാണ് എനിക്ക് ഈ വീട് വേണ്ടാന്ന്. നല്ലൊരു വീട് വെച്ചിട്ട് വേണ്ടാന്ന് പറയാൻ, എന്നിട്ട് പറയാണ് എനിക്ക് വേണ്ട, എനിക്ക് കിടക്കാനുള്ളൊരു വീടുണ്ട്. ഏതെന്നറിയുമോ? നാളെ കിടക്കുന്ന വീട്, അല്ലാ ഖബറന്ന മണ്ണാറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട്, അല്ലാ ഖബറന്ന മണ്ണാറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. 6 അടി മണ്ണ്. അബ്ദുല്ലാഹുൽ മുത്തഈ റളിയല്ലാഹു അൻഹു പറയാൻ, ഇവിടത്തെ വീടോ, ഇവിടത്തെ സുഖമോ, ഇവിടത്തെ സൗന്ദര്യമോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടുന്നത് 6 അടി മണ്ണാവുന്ന ആ ഒരു വീടാണ്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്, അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്നവിടെ അബ്ദുല്ലാഹുൽ മുത്തഈ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ, നമ്മുടെ ഖബറിൽ നമുക്ക് വിജയിക്കണ്ടേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ ആഴം നിറഞ്ഞ വീടിന്റെ ഉള്ളിൽ പതിഞ്ഞ ഖബറിടം പുൽകും നേരം കാണുവാൻ താഹ റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പരിശുദ്ധമായ ആ ഖബറിലേക്കാണ് എനിക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹുൽ മുത്തഈ റളിയല്ലാഹു അൻഹു ആ വെച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ ചിന്തിക്കാറുണ്ടോ, നമുക്ക് എത്ര നല്ല ആഡംബരം കിട്ടിയാലും, എത്ര വലിയ സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും ഇതൊന്നും പോരാ എന്ന് പറഞ്ഞ് മറ്റുള്ളവന്റെ മറ്റുള്ളവന്റെ സമ്പത്ത് നോക്കിയിട്ട്, മറ്റുള്ളവന്റെ വീട് നോക്കിയിട്ട്, മറ്റുള്ളവന്റെ വാഹനം നോക്കിയിട്ട് എന്തിനാ നമ്മൾ അസൂയപ്പെടുന്നത്? അല്ലാ, എത്ര വലിയ കൊട്ടാരം വെച്ചാലും, എത്ര വലിയ മണിമാളിക വെച്ചാലും, എത്ര വലിയ വീട് വെച്ചാലും, സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും ചെന്ന് കിടക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെന്നറിയുമോ? അത് 6 അടി മണ്ണാണ്. ആ ഒരു 6 അടി മണ്ണിന്റെ അകത്തട്ടിൽ നമ്മൾ ചെന്ന് കിടക്കേണ്ടുന്നവരാണ്. അങ്ങനെ ചെന്ന് കിടക്കുമ്പോൾ ആരാ കടന്നു വരുന്നത്? നമ്മൾ വാരിക്കൂട്ടിയ സമ്പത്ത് വരുമോ? നമ്മുടെ മക്കള് വരുമോ? നമ്മുടെ ഭാര്യ വരുമോ? നമ്മുടെ പ്രിയപ്പെട്ടവര് വരുമോ? ഒരാൾ പോലും കടന്നു വരില്ല. തനിച്ചാണ് ഖബറിന്റെ ഉള്ളിൽ ചെന്ന് കിടക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ ഉമ്മ അബ്ദുല്ലാഹുൽ മുത്തഈ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, വേണ്ട, ഈ വീടിന്റെ സുഖം എനിക്ക് വേണ്ട, ഈ വീടിന്റെ ആനന്ദം എനിക്ക് വേണ്ട, ഈ വീടിന്റെ സുഖലോലുപത എനിക്ക് വേണ്ട. എനിക്ക് കിടക്കാനുള്ള പച്ചമണ്ണാണ്, ആ പച്ചമണ്ണാണ് എനിക്ക് വേണ്ടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. നമ്മുടെ ഖബർ ജീവിതം രക്ഷപ്പെടുത്താൻ നാളെ മഹ്ശറിൽ വരുമ്പോ
നമ്മുടെ ഉമ്മയില്ലെങ്കിലും എന്താ, നമ്മുടെ ബാപ്പയില്ലെങ്കിലും എന്താ, നമ്മുടെ സഹോദരങ്ങളില്ലെങ്കിലും എന്താ, നമ്മുടെ സഹപ്രവർത്തകരില്ലെങ്കിലും എന്താ, നമ്മുടെ കൂട്ടുകുടുംബാദികളില്ലെങ്കിലും എന്താ, നമുക്ക് വിജയിക്കാൻ പറ്റുന്നൊരു വീട് എവിടെന്നറിയുമോ? അത് 6 അടി മണ്ണിലാണ്, അള്ളാഹുവിന്റെ മഹ്ശറയാണ്. ആ മഹ്ശറയിലും 6 അടി മണ്ണിലും നമുക്ക് വിജയിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാന്റെ പ്രവാചകരുടെ മേൽ സ്വലാത്തുകളാ വേണ്ടുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം തരട്ടെ. പടച്ചവനെ, രാജസയ്യിദാവായ അല്ലാ, കരുണക്കടലായ അല്ലാ, നമ്മൾ ഈ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ പരിശുദ്ധമായി ഈ സ്വലാത്തിനോടൊപ്പം ഇരുന്നു കൊണ്ട് ദാമ്പക്കാരി എന്തെല്ലാം ആഗ്രഹം വെച്ചോ അവര് ചൊല്ലുന്നു റബ്ബേ, അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചവനെ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് അവരൊന്ന് ചൊല്ലണേ ഉറക്കെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോട് ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആദി ഔവൽ മൈദറായി പാടച്ചു വെച്ച മുഹമ്മദാ, ബദറിലും ബദർ ലംഘിടും നോരെ കാണുവാൻ വിധി ഏകല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സോനമേ, ഇഷ്ഖറിയാതെ ചൊല്ലിടോം നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടോം നീവർ ആശയായി ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലെ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ, പാപഭാരങ്ങൾ തീർത്തു കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, എന്റെ പരിപാടി കാണുന്നവർ, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, കേട്ടുകൊണ്ടിരിക്കുന്നവർ, ആ ദിക്റിന്റെ
ദുആയുടെ മജ്ലിസിൽ സംഗമിക്കുന്നവർ അല്ലാ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. വേദനകൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ലേ പടച്ചവനെ. വേദനകളുമെല്ലാം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. വിഷമത്തിലാക്കല്ല അല്ലാ, ദുഃഖത്തിലാഴ്ത്തല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നിറച്ചു നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ലോൺ എടുത്തിട്ട് സങ്കടത്തിലാകുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, പലരും പല പല സങ്കടത്തിലാണ് അല്ലാ, പലരും പല പല ദുഃഖത്തിലാണ് പടച്ചവനെ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീയത്ത് ചെയ്തിട്ട് നിന്റെ പ്രഭാഷണത്തിന്റെ ദുആയുടെ ഈ മജ്ലിസിൽ സംഗമിക്കുന്നത് അല്ലാ, അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ കൊടുക്കല്ലേ റബ്ബേ, ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിലുള്ള ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ കൊച്ചുമക്കളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പഠിക്കുന്ന മക്കളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ബാപ്പയും ഞങ്ങളുടെ ഉമ്മയും എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ സ്വീകരിക്കണേ അല്ലാ, അവരുടെ സങ്കടങ്ങളും രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ കുടുംബത്തെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹുവേ, പ്രിയപ്പെട്ട സുഹൃത്ത് ശിഹാബുദ്ദീൻ മുസ്ലിയാർ കുടുംബത്തിലൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ റബ്ബേ. ഇൽമിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇതുപോലെ ഒരുപാട് ഉസ്താദുമാരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, എന്നെ സ്നേഹിക്കുന്ന എന്നോടൊപ്പം സുഹൃത്തുക്കളായി കടന്നു വരുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് പടച്ചവനെ. അവരെയെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ തരല്ലേ അല്ലാ, അപസ്മാരം തരല്ലേ അല്ലാ, അറ്റാക്ക് തരല്ലേ അല്ലാ, പെയിൻ ട്യൂമർ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ, അല്ലാഹുവേ, മരിക്കുന്നത് വരെ കൈകാലുകൾ തളർന്നു കിടക്കുന്ന ഒരു മരണം തരല്ലേ അല്ലാ. വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് തരല്ലേ അല്ലാ. പടച്ചോനെ, ഈ പരിപാടിയിൽ കൈകൾ ഉയർത്തുന്നവരുടെ ആ കരങ്ങള് നീ തട്ടല്ലേ അല്ലാ. നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ദുആ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചോനെ, നടുവേദനിക്കുന്നവർ, കൊളസ്ട്രോൾ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, അങ്ങനെയുള്ള പലരുമുണ്ട് റബ്ബേ. എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ കണ്ണീരുകളും എല്ലാവരുടെ കഷ്ടപ്പാടുകളും നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ പടച്ചവനെ. ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എന്നറിയോ, അപ്പൊ നമ്മുടെ ഈ പരിപാടി എല്ലാവരിലേക്കും എത്തും. ഇൻഷാ അല്ലാഹ്, എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തർ ആമീൻ പറഞ്ഞോട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.